ഹലോ ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് കമ്പാരിസൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, രണ്ട് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 mm ആണ്. ആൻഡ് വലിയ സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 mm, ഇത് 16 mm ആണ് നമുക്ക് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സ്ക്രൂവിൻ്റെ ലെങ്ത്ത് പല രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അഡീഷൻ സബ്ട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഉപയോഗിച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 8 mm ലെസ് ദാൻ ദ ലോങ് സ്ക്രൂ എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ലോങ് സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇസ് 8 mm മോർ ദാൻ ദി ഷോർട്ട് സ്ക്രൂ എന്ന് പറയാം, അല്ലേ? ഇനിയിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഉപയോഗിച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലോ ഷോർട്ട് സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലോങ് സ്ക്രൂവിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ലോങ് സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ട് സ്ക്രൂവിൻ്റെ ലെങ്ത്തിൻ്റെ ട്വൈസ് ആണെന്ന് പറയാം, അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ക്ലാസ് 7 പഠിച്ചൊരു കമ്പാരിസൺ ഉണ്ട്. ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദി ഷോർട്ട് സ്ക്രൂ ടു ദ ലെങ്ത് ഓഫ് ദി ലോങ് സ്ക്രൂ ഇസ് 1:2, ഇങ്ങനെ നമുക്ക് പറയാം, അല്ലേ? അല്ലെങ്കിൽ തിരിച്ച് ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ദി ലോങ് സ്ക്രൂ ടു ദ ലെങ്ത് ഓഫ് ഷോർട്ട് സ്ക്രൂ എന്ന് പറയുന്നത് 2:1 ആണെന്നും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോ 1:2 1:2 എന്നും 2:1 2:1 എന്നും നമ്മൾ എഴുതാനായിട്ടും പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ ലെങ്ത് തമ്മിലുള്ള റേഷ്യോനെ നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഓക്കെ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് 12 is 8? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 1 is 1/12 of 12, അല്ലേ? അതുപോലെ 8 is 8 times 1. അപ്പോൾ 8 is 8/12 of 12 എന്ന് പറയാലോ, അല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഫാക്ടേഴ്സൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത്, അതായത് 8/12 കോമൺ ഫാക്ടേഴ്സൊക്കെ റിമൂവ് ചെയ്യാൻ, അതായത് 8/12 കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 4 ആൻഡ് 3 × 4. 4 ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് വരുന്നത് 2/3 ആണ്. അപ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2:3 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മെഷേഴ്സ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി സ്മോളർ ടു ദ ലാർജർ റേഷ്യോ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 meters 12 meters. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറുതിൽ നിന്ന് വലുതാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ 4:12 ആണ് ഇവിടുത്തെ റേഷ്യോ. ഇതിന് നമുക്ക് കോമൺ ഫാക്ടേഴ്സൊക്കെ ഒഴിവാക്കാം, അല്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 4/12 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 × 4 / 3 × 4 എന്ന് എഴുതാം. 12 അങ്ങനെ എഴുതാൻ പറ്റും, അല്ലേ? ഇനി 4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്, അല്ലേ? അപ്പോൾ ഈ 4:12 എന്ന് പറയുന്ന റേഷ്യോനെ നമ്മൾ എന്താക്കി മാറ്റി? 1:3 ആക്കി മാറ്റി. ഓക്കെ, അതിനെ മാക്സിമം നമ്മൾ ചുരുക്കാൻ പറ്റുന്നത്ര ചുരുക്കുക. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 liters 20 liters. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 liters 20 liters. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നത്. ഇനി 8/20 ഇതിന് നമുക്ക് കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഈ 8നെ 2 × 4 എന്നും അതുപോലെ 20നെ 5 × 4 ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റും. 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2/5 ആണ്. അപ്പോൾ ആ റേഷ്യോ എന്തായിട്ട് വരും? 2:5 ആയിട്ട് വരും, അല്ലേ? ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 kg 25 kg 20 kg ആൻഡ് 25 kg. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 20/25 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാൻ പറ്റും? 4 × 5 / 5 × 5. 5 ഗെറ്റ് ക്യാൻസൽഡ്. സോ 4/5 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. സോ 4:5 ഇസ് ദ റേഷ്യോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്തത് a can contains 4 liters of water and another can 14 liters. What is the ratio of amount of water in the smaller can
ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ലാർജർ ക്യാൻ. അതായത് ഒരു ക്യാനിൽ 4 ലിറ്റർ വെള്ളമുണ്ട്, അടുത്ത ക്യാനിൽ 14 ലിറ്റർ വെള്ളമാണുള്ളത്. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ സ്മോളർ ക്യാൻ ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ലാർജർ ക്യാൻ? സ്മോളർ ക്യാനിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഈസ് ടു ലാർജർ ക്യാനിലുള്ള വെള്ളത്തിൻ്റെ അളവ്. ഈ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. സോ എന്താണ് ചെയ്യാൻ പറ്റുക നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ സ്മോളർ ക്യാനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സ്മോളർ ക്യാനിൽ എത്ര ലിറ്റർ വെള്ളമാണുള്ളത്? 4 ലിറ്റർ ഓഫ് വാട്ടറാണ് സ്മോളർ ക്യാനിലുള്ളത്, 4 ലിറ്റർ. ആൻഡ് ലാർജർ ക്യാനിലാണെങ്കിൽ 14 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. സോ നമുക്ക് റേഷ്യോ സ്മോളർ ടു ലാർജർ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ 4/14 എന്ന് വരും. കോമൺ ഫാക്ടേഴ്സ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ 2 × 2 ആയിട്ട് നമുക്ക് 4നെ എഴുതാം. അതുപോലെ 14നെ 2 × 7 ആയിട്ടും എഴുതാം. 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2/7 ആണ് ആൻസർ കിട്ടുന്നത്. സോ സ്മോളർ ക്യാനിലെ വാട്ടർ ഈസ് ടു ലാർജർ ക്യാനിലെ വാട്ടർ എന്ന് പറയുന്നത്, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:7 ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് 1 more liter ഓഫ് വാട്ടർ ഇസ് poured into each can, what would this ratio become? ഇനി ഈ തന്നിരിക്കുന്ന ക്യാനിൽ നമുക്ക് ഓരോ ലിറ്ററും കൂടെ ആഡ് ചെയ്യണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ എന്തായി മാറും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ അങ്ങനെയാണെങ്കിൽ ഓരോ ലിറ്ററും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോളർ ക്യാനിൽ എത്ര വെള്ളം ഉണ്ടാവും? ഓൾറെഡി ഇവിടെ 4 liters ആണുള്ളത്. ഇനി ഒരു ലിറ്ററും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 ലിറ്റർ ആയിട്ട് മാറും അല്ലേ? അതുപോലെ ലാർജർ ക്യാനിൽ 14 ലിറ്റർ ആണുള്ളത്. ഒരു ലിറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 liters ആയിട്ട് മാറും. ഇനി ഈ റേഷ്യോയിൽ കണ്ടുപിടിക്കേണ്ടത് സ്മോളർ ക്യാൻ ഡിവൈഡ് ബൈ ലാർജർ ക്യാൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 5/15 ആയിട്ട് മാറും അല്ലേ? ദാറ്റ് ഇസ് 5നെ നമുക്ക് 1 × 5 എന്നും 15നെ 3 × 5 എന്നും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5 ക്യാൻസൽ ചെയ്ത് 1/3 ആയിട്ട് മാറും. അപ്പോൾ സ്മോളർ ക്യാൻ ഈസ് ടു ലാർജർ ക്യാൻ റേഷ്യോ എന്ന് പറയുന്നത് 1:3 ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ താങ്ക് യു.